നമ്മുടെ മക്കൾ അത് നമ്മുടെ വലിയ അഭിമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. അവരുടെ ഭാവിയാണ് നമ്മുടെ വിജയം. അവർ നല്ല രൂപത്തിൽ പഠിച്ച് മിടുക്കരായി ഉഷാറായി വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്നവരായി മാറിയാൽ അത് നമ്മുടെ അഭിലാഷമാണ്, ആഗ്രഹമാണ്. കുട്ടികളുടെ ബുദ്ധിശക്തി കൂടാനും ഓർമ്മശക്തി വർദ്ധിക്കാനും കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കും, അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കും, വികൃതി മാറാനും അനുസരണയുള്ള കുട്ടിയാവാനും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കാണാൻ വേണ്ടി സാധിക്കും. പലരും ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് വിഷമിക്കാറുണ്ട്, പരാതി പറയാറുണ്ട്. കുട്ടികൾക്ക് ഓർമ്മശക്തിയില്ല, അനുസരണയില്ല, ബുദ്ധിയില്ല, പഠിച്ചാലൊന്നും അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കുന്നവരും പരാതി പറയുന്നവരുമായി ധാരാളം നമുക്ക് കാണാം. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്സാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായും ഇത് ചെയ്തു കൊടുക്കണം. ഉറപ്പായും അവർക്ക് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകും. ബുദ്ധിശക്തി കൂടും, ഓർമ്മശക്തി കൂടും. അതിന് വേണ്ടത് ശുദ്ധമായ അല്പം തേൻ അല്ലെങ്കിൽ അല്പം സംസം വെള്ളം, ഇത് രണ്ടുണ്ടായാൽ മതി. അതിലേക്ക് നല്ല പവിത്രമായ ദിവസങ്ങളിൽ, ആഴ്ചകളിലെ പവിത്രമായ 2 ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നിരിക്കലോ തിങ്കൾ രാവ്, അതല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹ് നിസ്കാര ശേഷം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാത്രി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ. ഈ 4 സമയം, ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഈ സമയങ്ങൾ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക. തിങ്കളാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹിക്ക് ശേഷം, വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ. നല്ല ദിവസങ്ങൾ കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ടത് അല്പം തേൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സംസം വെള്ളം എടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ 313 തവണ മന്ത്രിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് 313 പ്രാവശ്യം നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടായിരിക്കണം, അതുപോലെ അക്ഷരശുദ്ധിയോടുകൂടിയായിരിക്കണം. സ്പെല്ലിങ് വ്യത്യാസം വരാൻ പാടില്ല. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ലാഹിയു, ബിസ്മില്ലാഹി, അങ്ങനെയൊക്കെ സ്പെല്ലിങ് മാറാൻ പാടില്ല. കൃത്യമായി തന്നെ പറയണം. എന്നിട്ട് അക്ഷരശുദ്ധിയോടെ, വളരെ ഭംഗിയോടെ, ഇഖ്ലാസോടെ, മനസ്സാന്നിധ്യത്തോടെ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ പേരാണ്, ബിസ്മിയാണ്, പവിത്രമായ ആയത്താണ് എന്ന നല്ല നിയ്യത്തോടു കൂടി 313 തവണ നമ്മൾ ചൊല്ലുക. 313 തവണ ചൊല്ലിയിട്ട് നമ്മൾ കരുതി വെച്ച ആ തേനിലേക്ക് ഇഷ്ഫി ഊതേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഊതുന്ന പോലെ ഊതിയാൽ പോരാ. ഇഷ്ഫി എന്നാ ഊതുന്നത്. ഇഷ്ഫി, ഇഷ്ഫി എന്ന് ഊതുമ്പോൾ ആ സൗണ്ടും അതിൻ്റെ ഉച്ചാരണവും അതുപോലെ അതിൽ വരുന്ന കാറ്റ്, അതാണ് നമ്മൾ മന്ത്രിച്ച് ഊതുമ്പോൾ ആ കാറ്റാണ് തേനിലോ സംസം വെള്ളത്തിലോ തട്ടേണ്ടത്. ഇഷ്ഫി. ഇതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, അങ്ങനെ ഓരോ ആയത്തുകളും ഓതി മന്ത്രിക്കൽ വളരെ വളരെ ഫലപ്രദമാണ്. അങ്ങനെ ചെയ്യലാന്നല്ല, ഒറ്റ തവണ മന്ത്രിച്ചാൽ മതി. ഒറ്റ തവണ 313 നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് ഒരു തവണ മാത്രം മന്ത്രിച്ചാൽ മതി. അതുകൊണ്ട് ഓരോ ബിസ്മിയും ചൊല്ലി ഊതുന്നതാണ് ഏറ്റവും ഫലപ്രദം, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്, ഗുണം ഏറെ ചെയ്യുന്നത്. 313 ഒന്നിച്ച് ചൊല്ലി ഊതിയാലും പറ്റും. ഒരു പ്രാവശ്യം മാത്രമാണല്ലോ മന്ത്രിക്കേണ്ടത്. ഒരു ദിവസം ഈ പറഞ്ഞപ്പെട്ട ദിവസം ഏറ്റെടുത്ത് ഒറ്റ ദിവസമാണ് മന്ത്രിക്കേണ്ടത്. ഒരു പ്രാവശ്യം മന്ത്രിച്ച് ആ തേനിൽ ഊതിയിട്ട് അത് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഓരോ ബിസ്മിയിലും ഊതുക. അതിൽ അങ്ങനെ ഊതിയതിന് ശേഷം ഈ തേൻ അല്ലെങ്കിൽ സംസം വെള്ളം കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിൽ, രാവിലെ ഒന്നും കഴിക്കാതെ, മറ്റൊന്നും കഴിക്കാതെ, ഒന്നും കഴിക്കാതെ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായി അവർക്ക് 1 സ്പൂൺ ഇതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുക. തേനായാലും തേൻ നക്കി കുടിക്കാൻ കൊടുക്കുക. സംസം വെള്ളമാണെങ്കിൽ ആ രൂപത്തിൽ കുടിക്കാൻ വേണ്ടി നൽകുക. അങ്ങനെ 3 ദിവസമോ തേൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 3 ദിവസത്തേക്കുള്ള എടുക്കാം, 7 ദിവസത്തേക്ക് എടുക്കാം, 11 ദിവസം വരെ കൊടുക്കാം. അത് നിങ്ങളുടെ എടുത്ത തേനിൻ്റെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ കഴിയുക. അങ്ങനെ 11 ദിവസം കൊടുക്കാനുള്ള തേൻ എടുത്താൽ, അല്ലെങ്കിൽ 11 ദിവസം കൊടുക്കാനുള്ള സംസം വെള്ളം എടുത്താൽ വളരെ വളരെ വളരെയേറെ എഫക്റ്റീവാണ്. അപ്പോൾ ഒരു തവണ മാത്രമാണ് മന്ത്രിക്കേണ്ടത്. മന്ത്രിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് 3, 7, 11 ദിവസങ്ങളിലായിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ
മുകളിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ മക്കൾക്ക് ലഭിക്കും. തീർച്ചയാണ്, ഒരു ചെലവും ഇല്ല, നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് മന്ത്രിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിക്കുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന സ്വലാത്ത്, ഏത് സ്വലാത്തും പറ്റും. ഒരു 7 സ്വലാത്ത് തുടക്കത്തിൽ ചൊല്ലുക. ആ തുടക്കത്തിൽ ചൊല്ലിയാൽ മതി, മന്ത്രി ചൂതാനൊന്നുമല്ല. ബിസ്മിയാണ് മന്ത്രി ചൂതല്ല. അവസാനത്തിലും അങ്ങനെ തന്നെ 7 തവണ സ്വലാത്ത്. ഈ മന്ത്രിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന സ്വലാത്ത് ലാസ്റ്റും 7 തവണ ചൊല്ലണം. അത് മന്ത്രി ചൂതേണ്ടതില്ല, അത് ലാസ്റ്റും ഫസ്റ്റും ചൊല്ലിയാൽ മാത്രം മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, അങ്ങനെ 313 തീർക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെയേറെ ഫലപ്രദമാണ്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വെറും വയറ്റിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ വേറെ ഒന്നും കൊടുക്കാതിരിക്കലാണ് നല്ലത്. കൊടുത്താൽ കുഴപ്പമില്ല, കൊടുക്കാതിരിക്കലാണ് നല്ലത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കലാണ് ഏറ്റവും ഫലപ്രദം. നിങ്ങൾക്ക് ഒരു ചെലവില്ലാതെ ശുദ്ധമായ തേൻ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഒറ്റ ദിവസം മാത്രമാണ് നമ്മളതിന് വേണ്ടി മെനക്കെടേണ്ടത്. കൂടുതൽ സമയങ്ങളൊന്നും ചെലവഴിക്കേണ്ടതില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.